ഞാൻ അങ്ങനെയൊന്നും നോക്കിയല്ല ഇഷ്ടമാന്ന് പറഞ്ഞത്. എനിക്ക് മനസ്സിൽ നിന്നോട് ഇഷ്ടം തോന്നി, ഞാൻ നിന്നോട് പറഞ്ഞു. അതിപ്പോ നിനക്ക് ഈ മുഖത്തിങ്ങനെ പാടുള്ളതോ അങ്ങനെ പൊള്ളിയിരിക്കുന്നതോ അതെനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് മുഖം പൊള്ളിയതായിട്ടൊന്നും എനിക്കൊരു ഫീലില്ല. കാരണം അമ്മൂസ് കാണാൻ സുന്ദരിയാണ്, എന്നെ നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. 9 വർഷം പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. ഞങ്ങളുടെ പ്രൊഫൈൽ പിക്ക് പോലും ഞങ്ങളുടെ ഫോട്ടോ ഇടാനായിട്ട് ഞങ്ങൾക്ക് പറ്റണില്ല. ആ സമയത്ത് ചേച്ചി എങ്ങനെയാ ഇങ്ങനെ വീഡിയോസ് ചെയ്തും ഇതേപോലെ ഫോട്ടോ ഒക്കെ ഇടുന്ന ചേച്ചി എങ്ങനെ പറ്റുന്നെന്ന് ചോദിച്ചിട്ട്. അപ്പൊ അവരെ കുറച്ച് എന്നുവെച്ചാൽ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, നമ്മൾ അങ്ങനെ ഇരുന്ന് പോകേണ്ടവരല്ല. സെയിം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ പോലെ തന്നെ അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ നിൽക്കുന്ന അമ്മുവിൻ്റെ അപ്പൂൻ്റെ കഥയുണ്ടല്ലോ, അടിപൊളിയാണ് അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആലപ്പുഴ തുറവൂരിൽ ഇവരുടെ അമ്മുവിൻ്റെ അപ്പൂൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത്. ഹായ്. ശരിക്കും നിങ്ങൾ ഭയങ്കര ഇൻസ്പിറേഷനാണ്. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര കമൻസുമായിട്ട് ഓടുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ അമ്മു അപ്പവും സുഹൃത്തുക്കളായിരുന്നോ? അങ്ങനെയാണോ നിങ്ങൾ പ്രേമത്തിലായത്? എന്താ കഥ? എന്താ? സുഹൃത്തുക്കളായിരുന്നു, ഞങ്ങൾ ആദ്യം സുഹൃത്തുക്കളായിരുന്നു. അതെ, അത് പിന്നെ ഇഷ്ടത്തിലോട്ട് മാറിയതാ. അതെങ്ങനെയാണ്? വിശദമായിട്ടൊന്ന് പറയുമോ? ആരാ, എന്താ, എങ്ങനെയാ? ഞങ്ങള് നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷെ കണ്ടു പാസ് ചെയ്ത് പോയിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മള് പരിചയപ്പെടുന്നത് ഫേസ്ബുക്കിലായിരുന്നു. ഇപ്പൊ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടു, അങ്ങനെ ഫ്രണ്ട്സായി. അങ്ങനെ നമ്മൾ പിന്നീട് നേരിട്ട് കണ്ട് കുറച്ചുകൂടി അടുപ്പമായി, സുഹൃത്തുക്കളായി. അങ്ങനെയാണ് പിന്നെ ഇഷ്ടത്തിലോട്ട് മാറിയത്. നിങ്ങൾ തമ്മിൽ സൗഹൃദമായിരുന്നത് ഏത് കാലം മുതലാണ്? ഇപ്പം എന്തായാലും ചെറുപ്പം മുതലേ അറിയുന്ന ആൾക്കാരായിരുന്നോ എന്നുള്ള അറിയാൻ വേണ്ടി ചോദിക്കണം. അമ്മൂസ് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ, ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ അപ്പോഴാണ് പരിചയപ്പെട്ടത്. എന്നിട്ട് എപ്പോഴാ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു? അതൊരു വർഷം എടുത്തു. 1 വർഷം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. അത് ആ ഒരു ദിവസം പറയും. ദിവസം ഫെബ്രുവരി 14 പറഞ്ഞേ. വാലന്റൈൻസ് ഡേയുടെ അന്നാണ് പറഞ്ഞത് ഇഷ്ടമാണെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും അന്ന് തന്നെയാ പറയുന്നത്. അന്ന് നമ്മള് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമ്മൾ ചാറ്റ് ചെയ്യുമ്പം. അതല്ലാണ്ട് നമ്മൾ അന്ന് കണ്ടിട്ട് നേരിട്ട് പറയാമെന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ അന്ന് അപ്പൂന് NCCയുടെ ഒരു എക്സാമിന് വേണ്ടി പോകേണ്ടി വന്നു. അപ്പൊ പെട്ടെന്ന് അപ്പൊ അന്ന് നമ്മൾ കാണാന്ന് വിചാരിച്ചെങ്കിലും കാണാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ വന്നിട്ട് പിന്നെ മെസ്സേജ് അയക്കുക ചെയ്തത്. ഇങ്ങനെയാണ്, രാത്രിയാണ് ഇഷ്ടമാണ്. രാത്രി എനിക്ക് ഞാൻ എത്തിയപ്പോഴത്തേക്കും രാത്രി ഏകദേശം ഒരു 10-11 മണിക്കടുത്തായി. എത്തിയപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെയാണ് കാണാൻ വരാന്ന് പറഞ്ഞിട്ട് കാണാൻ വരാൻ പറ്റിയില്ല.